വിശ്വാസികളെ, പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 31 വരെയുള്ള തിരുവചനഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസത്തിൻ്റെ ശക്തിയും ക്രിസ്തുവിൻ്റെ ദൈവിക അധികാരവും നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഭാഗത്തിൽ 3 അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1. ഒരു ഭരണാധികാരിയുടെ മകളെ ഉയർപ്പിക്കൽ. 2. രക്തസ്രാവമുള്ള സ്ത്രീയുടെ സൗഖ്യം. 3. 2 കുരുടന്മാർക്ക് കാഴ്ച നൽകൽ. ഈ എല്ലാ കാര്യങ്ങളും ഒരു കേന്ദ്ര സത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. വിശ്വാസം ക്രിസ്തുവിൻ്റെ കൃപയെ സ്പർശിക്കുന്നുവെന്ന് 4 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1. മരണത്തിന് മീതെയുള്ള ക്രിസ്തുവിൻ്റെ അധികാരം. ഭരണാധികാരിയായ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, എൻ്റെ മകൾ ഇപ്പോൾ മരിച്ചിരിക്കുന്നു, എന്നാൽ നീ വരികയും അവളെ സ്പർശിക്കുകയും ചെയ്താൽ അവൾ ജീവിക്കും. ഇത് ഒരു അത്ഭുതകരമായ വിശ്വാസമാണ്. പരിശുദ്ധനായ അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് പറയുന്നത്, ജീവൻ്റെ ഉറവിടം ദൈവമാണ്, അതുകൊണ്ട് മരണത്തിന്മേൽ അവന് പൂർണ്ണ അധികാരമുണ്ട്. യേശു വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞു മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുന്നു എന്ന് പറഞ്ഞു. അവൾ ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് മരണ അവസാനമല്ല, അവൻ ജീവൻ്റെ ദൈവമാണ് എന്ന് ഇതിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. 2-ാമത്തെ ചിന്ത എന്നുള്ളത് വിശ്വാസത്തിൻ്റെ സ്പർശനമാണ്. 12 വർഷമായി രോഗിയായിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടു. അവൾ പറഞ്ഞു, അവൻ്റെ വസ്ത്രം തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നും. ഉടൻ അപ്രകാരം തന്നെ അവൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. യേശു അവളോട്, മകളെ ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. പരിശുദ്ധനായ ജെറുസലേമിലെ സെൻറ്റ് സിറിൽ പറയുന്നത്, വിശ്വാസം ദൃശ്യ വസ്തുക്കളിലൂടെ ദൈവകൃപയെ സ്വീകരിക്കുന്നു എന്നാണ്. ഈ അത്ഭുതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസം ഒരു ആശയം മാത്രമല്ല, അത് ക്രിസ്തുവിനെ സ്പർശിക്കുന്ന ആത്മീയ അനുഭവം കൂടിയാണ് എന്ന്. 3-ാമത്തെ ചിന്ത എന്നുള്ളത് ആത്മീയ കാഴ്ച, കുരുടന്മാർക്ക് ലഭിച്ച കാഴ്ച. 2 കുരുടന്മാർ യേശുവിനെ പിന്തുടർന്നു. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേശു അവരോട്, ഞാൻ ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. അതേ കർത്താവേ, നിനക്കത് സാധിക്കുമെന്നും. അപ്പോൾ യേശു തമ്പുരാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് നിസായിലെ പരിശുദ്ധനായ സെൻറ്റ് ഗ്രിഗറി പറയുന്നത്, ആത്മീയ കാഴ്ച വിശ്വാസത്തിലൂടെയാണ് തുറക്കപ്പെടുന്നതെന്ന്. ദൈവത്തെ കാണുവാൻ കണ്ണുകളേക്കാൾ പ്രധാനമായത് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. 4-ാമത്തെ ചിന്ത എന്നുള്ളത് വിശ്വാസവും കൃപയും ഒരുമിച്ചുള്ള സഹപ്രവർത്തനം. ഈ 3 അത്ഭുതങ്ങളിലും ഒരു പൊതുവായ സത്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസം അതോടൊപ്പം ക്രിസ്തുവിൻ്റെ കൃപയും കൂടെ ചേരുമ്പോൾ ഒരത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. വലിയ മാർ ബസേലിയോസ് പറയുന്നു, ദൈവകൃപ എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ വിശ്വാസത്തോടൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. 4 ആത്മീയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1. ക്രിസ്തു ജീവനും മരണത്തിന്മേൽ അധികാരമുള്ളവൻ. 2. വിശ്വാസം കൃപയെ സ്പർശിക്കുന്നു. 3. ആത്മീയ കാഴ്ച വിശ്വാസത്തിലൂടെ ലഭിക്കുന്നു. 4. ദൈവവിശ്വാസത്തിലൂടെ ഉള്ള ഈ ലോക പ്രവർത്തനം. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും ക്രിസ്തുവിൻ്റെ വാക്ക് നമ്മോട് പറയുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നമ്മൾ വിശ്വാസത്തോടെ അവനെ സമീപിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും. ദൈവം നമ്മെ വിശ്വാസത്തിലും ആത്മീയ കാഴ്ചയിലും വളർത്തുമാറാകട്ടെ.